ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊത്തമര വെച്ചിട്ട് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ കയ്പ്പയ്ക്കൊക്കെ മിക്കവർ കണ്ടിട്ടുള്ള കൊത്തമര, ബീൻസ് ഇതൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ വെണ്ടക്കായ ഉണ്ട്. വെണ്ടക്കായ മൂത്ത വെണ്ടക്കായ കിട്ടുമ്പോൾ അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഈ സമയത്ത് എല്ലാം വറുത്ത് വയ്ക്കാം. മഴക്കാലം ആകുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇത്തിരി കൂടുതലിടണം. ചെറിയ കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ബീൻസ് ഇതുപോലെ തിളച്ച് വെള്ളത്തിലിട്ടിട്ട് ഇറക്കിയിട്ട് വേണം വെയിലത്തിട്ട് ഉണക്കാനായിട്ട്. അപ്പോഴാണ് ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ പപ്പടം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. 2 പപ്പടം പോരാ, 3 പപ്പടം പോരാ. ഇപ്പോൾ ഇവിടെ മോൾക്ക് 2 പപ്പടം 3 പപ്പടം കൊടുത്താൽ തന്നെ നിമിഷ നേരം കൊണ്ട് കേട്ടോ അത് കഴിക്കുക. ഞാൻ നേരം പപ്പടം അധികം മേടിക്കാറേ ഇല്ല. അപ്പോൾ പപ്പടം കഴിക്കണവർക്ക് ഇത് ബെസ്റ്റാണ്. കഞ്ഞിക്ക് നല്ല കേട്ടോ. ഒരു ഉപ്പേരിയും പിന്നെ ഈ വറവും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ പിടിക്കുമ്പോൾ ഒന്ന് അമ്മങ്ങി ഇങ്ങനെ എന്താ പറയുക ഞെങ്ങി കിട്ടുന്ന പരിവാകുമ്പോൾ ഇറക്കാം. കുറച്ച് നേരം ഒന്ന് തിളച്ച് വരുമ്പോൾ കണ്ടോ ഇനി കളറൊന്ന് മാറണം. ഇത് ഉപ്പേരി വെച്ചാൽ നല്ലതാണ് കേട്ടോ. എല്ലാവരും പറയും കയ്ക്കണെന്ന് പറയും. കയ്പ്പ് കുഴപ്പമില്ല. ഉള്ളിയും മുളകും കാച്ചേ കടുക് വറുക്കുക ചെയ്തിട്ട് അതിലേക്ക് ഇടുക. കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മിക്കവരും ഇത് ഒഴിവാക്കണത്. പക്ഷേ ഇത് നല്ല ഗുണങ്ങളുള്ളതാണ്. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഇറക്കാം കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി കിട്ടി കഴിഞ്ഞാൽ ഇറക്കാം. വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. പപ്പടം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പപ്പടം കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കുക. പപ്പടത്തിൽ ഉപ്പ് കുറേ ഉണ്ട്. പപ്പടം ഫുള്ള് കഴിക്കണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കോരിയെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കാം. ഒരു 3 ദിവസം ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസം ഉണക്കി എടുത്തതിന് ശേഷം ഞാനിതിൽ 1 ടീസ്പൂൺ തൈര് ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് രുചി ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കാണിച്ചിട്ടില്ല ഉണ്ടോ. ഇനി വെയിലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഈ ഫോണൊക്കെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് പരത്തിയിടാം. നല്ലോണം ഒന്ന് പരത്തി വെയിൽ കൊണ്ട് ഒരു 3 ദിവസമെങ്കിലും വേണം കേട്ടോ അത് വെയിൽ കൊള്ളാനായിട്ട്. എന്നാലും ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. കണ്ടോ, അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണങ്ങിയ കൊഴുവിയൊക്കെ ഉണ്ടല്ലോ, കൊഴുവൊക്കെ ഉണങ്ങിയാൽ ഇങ്ങനെ ഉണ്ട്, അതുപോലെ ഉണ്ട് കേട്ടോ. അതേ രൂപമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും. നല്ല ഇഷ്ടപ്പെടും. ഇത് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ എടുക്കാം. തീ കുറച്ചിട്ടിട്ട് മൊരിച്ചെടുക്കാം. അറിയാത്തവരൊക്കെ ഉണ്ടാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കണ്ടോ, ആയിട്ടുണ്ട്, എടുക്കാം. പപ്പടം കഴിക്കണ്ടെന്നല്ല പറയണം. പപ്പടം കുറച്ചിട്ട് ഇത് കൂടുതലായിട്ട് കഴിക്കാം. കണ്ടോ, അടിപൊളിയല്ല. സൂപ്പർ സാധനമാണ് കേട്ടോ. നമ്മൾ വറുത്തങ്ങോട്ട് വെച്ചാൽ മതി, പാത്രം അങ്ങോട്ട് കാലിയാവും. കുട്ടികൾക്ക് ഇതുപോലെ വറുത്ത് കൊടുത്തോക്ക്, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ.